ഹായ് ഗൈസ്, നമുക്ക് ലക്ഷങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കോഴി വളർത്തൽ ബിസിനസ്സിനെ കുറിച്ച് അറിയാം. ഏറ്റവും ലാഭകരമായി കോഴി വളർത്താൻ പറ്റുകയാണെങ്കിൽ അത് ബ്രോയിലർ കോഴി തന്നെയാണ്. സ്വന്തമായിട്ട് ഒരു പറമ്പോ അല്ലെങ്കിൽ പുരയോട് ചേർന്നിട്ട് ഒരു ഒഴിഞ്ഞ ഇടമോ കുറച്ച് അകലെയായി കിട്ടിയാൽ അത്രയും നല്ലത്. അവിടെ ഒരു ഷെഡ് കെട്ടി സ്വന്തമായിട്ട് ഒരു ദിവസം എല്ലാം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി അവർക്ക് തീറ്റയും മരുന്നും മറ്റും കൊടുത്ത് വളർത്തി മറിച്ച് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ഒരു കിലോമ ഏകദേശം 30, 40, 50 രൂപ വരെ ലാഭം നേടാം. മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി തരുന്ന ഏജൻസികളുണ്ട്. അവർ നമുക്ക് കോഴിക്കുഞ്ഞിനും മരുന്നും ഫുഡെല്ലാം ഇറക്കി തരും. നമ്മൾ ഒരു ഷെഡും അതിന് അനുസൃതമായിട്ടുള്ള സ്ഥലവും സൗകര്യവും ഒരുക്കി കൊടുത്താൽ മതി. അതിൽ വളർത്തി 35, 40 ദിവസം ആകുമ്പോൾ അവർ തിരിച്ചെടുക്കും. അതിൽ ഏകദേശം ഒരു 8 രൂപ വരെ കിലോക്ക് ലാഭവും നമുക്ക് തരും. തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ എത്ര കോഴിയെ കൊടുക്കുന്നു, എത്ര കിലോ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമുക്ക് വരുമാനം തരുന്നത്. അവർ നമുക്ക് തന്ന കോഴിക്കുഞ്ഞുങ്ങളിൽ നഷ്ടം സംഭവിച്ചതിന് അവർ നഷ്ടപരിഹാരം ഈടാക്കലൊന്നും സ്വാഭാവികമായിട്ട് ചെയ്യാറില്ല. മറ്റൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ കുടുംബശ്രീ വഴി ചെയ്യുന്ന ചിക്കൻ എന്ന് പറഞ്ഞ കേരള ചിക്കൻ വളർത്തുന്നൊരു പരിപാടിയുണ്ട്. ഇതിലും ഇതുപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് തന്ന് നമ്മൾ വളർത്തി അവർ തന്നെ തിരിച്ചെടുക്കും. അതിൽ നമുക്ക് ഏകദേശം ഒരു 10, 11 രൂപ വരെ ഒരു കിലോക്ക് ലാഭം കിട്ടും. അത് കുടുംബശ്രീ മുഖേന അപേക്ഷ നൽകിയാൽ നമുക്ക് കോഴികളെ പാസ്സായി തരും. കോഴി വളർത്താൻ അധ്വാനം ആവശ്യമുണ്ടെങ്കിലും ഏറെ വിജയകരമായിട്ടുള്ള ലക്ഷങ്ങൾ കൊയ്യാവുന്ന ബിസിനസ്സാണ്. കോഴികൾക്ക് ഓപ്പൺ എയറിൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം കൂട് ഒരുക്കേണ്ടത്. അതുപോലെ വൃത്തിയുള്ള താഴെ വിരിക്കാവുന്ന പദാർത്ഥങ്ങൾ കിട്ടും, അത് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതേപോലെ ശുദ്ധജലം, അതേമാതിരി ഭക്ഷണം ഫ്രഷ് ആയിട്ട് കൊടുക്കാനുള്ള സംവിധാനവും കിട്ടും. ഇതിനൊക്കെ അനുസൃതമായിട്ടുള്ള ഇതുപോലുള്ള പാത്രങ്ങളും സൗകര്യങ്ങളും വാങ്ങിക്കാൻ കിട്ടും. അതുപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് എക്സ്പെൻസ് വരുന്നത് കുഞ്ഞുങ്ങളെ വാങ്ങിക്കാനുള്ള എക്സ്പെൻസും അതേപോലെ ഈ ഷെഡ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ തുകയും, പിന്നെ വാടക കൊടുത്തിട്ടാണെങ്കിൽ ആ വാടകയും, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, കറണ്ട് ബില്ല്, പിന്നെ ചെറിയ ഒരു തുക മരുന്നിനും വേണ്ടി വരും. ഒരു അടുത്തുള്ള വെറ്റിനറി ഡോക്ടറുടെ സേവനം ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് മറ്റ് ബിസിനസ്സുകൾ ചെയ്യുമ്പോഴോ മറ്റ് ജോലികൾ ചെയ്യുമ്പോഴോ കൂടെ ചെയ്യാവുന്ന ഒരു ബിസിനസ് കൂടിയാണ് കോഴി വളർത്തൽ. കോഴികളെ സ്ഥിരമായിട്ട് പരിചരിക്കാൻ കൂലിക്ക് ഒരാളെ വെക്കുന്നത് നല്ലതായിരിക്കും. കോഴി കാഷ്ടവും നമുക്ക് പാക്ക് ചെയ്ത് അതും വിൽപ്പന നടത്താം. മുട്ടയ്ക്ക് വേണ്ടിയും കോഴികളെ വളർത്താം, അതും ലാഭകരം തന്നെ. ഇഴജന്തുക്കൾ കോഴിക്കൂട്ടിലെത്താതെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മഴയും വെയിലും ഏൽക്കാതെയും കൂട് മാക്സിമം സേഫ് ആക്കാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് പ്ലീസ്.